അസം സർക്കാരിന് തിരിച്ചടി. സിദ്ധാർത്ഥ് വരദരാജന്റെയും കരൺ ഥാപ്പറിന്റെയും അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. അസം പോലീസ് എടുത്ത രാജ്യദ്രോഹ കേസിലാണ് അറസ്റ്റ് തടഞ്ഞത്. സിബി ചേരുകയാണ്. സിബി, കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, ഇപ്പോൾ BJP ഭരിക്കുന്ന അസം സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഈ ഒരു സുപ്രീം കോടതി ഇടപെടൽ. അതായത് കരൺ ഥാപ്പറിന്റെയും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥ് വരദരാജന്റെ ഈ രണ്ടുപേർക്കുമെതിരെ എടുത്ത രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്പോൾ താൽക്കാലികമായി ഇതിലെ നടപടികൾ സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ, ബാങ്ചി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്തായാലും ഈ ഒരു അസം പോലീസിന്റെ FIR-ൽ താൽക്കാലികമായി ഇവർക്ക് ഒരു ഇടക്കാല സംരക്ഷണം നൽകിയിരിക്കുകയാണ്. ഇനി സെപ്റ്റംബർ 15-നാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതുവരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഗുവാഹത്തിയിലെ ക്രൈംബ്രാഞ്ച് ഇവർക്കെതിരെ മറ്റൊരു സമൻസ് അയച്ചതായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ തൽക്കാലത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നടപടിയും സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ ഈ സെക്ഷൻ 152 BNS വകുപ്പിന്റെ 152 അത് രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കേസാണ്. ഈ കേസിൽ ഉൾപ്പെടെയായിരുന്നു ഇത്തരത്തിൽ ഒരു വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഈ BNS-ന്റെ 152-ാം വകുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കേസ്, അതായത് രാജ്യദ്രോഹ കുറ്റത്തിന്റെ പരിധിയിൽപ്പെടുന്ന കേസ് കൂടിയാണ്. ഇത് ഉൾപ്പെടെയാണ് ചുമത്തിക്കൊണ്ട് ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് അസം സർക്കാർ പോയത്. എന്നാൽ ഇതിനെതിരെ ഈ മാധ്യമപ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ദ വയർ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ കരൺ ഥാപ്പറിന്റെയും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് വരദരാജന്റെയും അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നു. സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.